ഈ രേഖ ഒരു ഹിസ്റ്ററിക്കൽ ഡോക്യുമെൻ്റാണ്. ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇന്ത്യയിൽ കസ്റ്റംസ് പ്രിവൻറ്റീവ് ഡിവിഷൻ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് എവിടെയും കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അതിഗുരുതരമായിട്ടുള്ള സംഗതികളാണ് ഇതിൽ ഓരോ പോയിന്റുകളും വളരെ വിശദമായ ചർച്ചയ്ക്കും വിശദമായ അന്വേഷണത്തിനും വിധേയമാക്കേണ്ട അതിഗുരുതരമായ സാഹചര്യമാണ്. ഇതിൽ പോയിന്റ് നമ്പർ 15 ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ പോലീസ് നേരത്തെ അജിംസ് പറഞ്ഞു, ഇപ്പോൾ കസ്റ്റംസ് പോലീസ് എങ്ങനെയാണ് ഈ സ്വർണം പിടിക്കുക? ഇതാണ് മുഖ്യമന്ത്രി എന്ന് ചിരിച്ചുകൊണ്ട് മലപ്പുറത്ത് ഇത്രയൊക്കെ അദ്ദേഹം കണക്കുകൾ പറയുന്നുണ്ട്. കരിപ്പൂർ സ്റ്റേഷനിൽ മാത്രമുള്ള സ്വർണം പിടിച്ച കണക്കുകൾ പറഞ്ഞ് എന്ന് പറഞ്ഞ് ചിരിച്ച് ഇത് പിടിക്കുന്നതിനാണ് അൻവറിന് പൊള്ളുന്നത്. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നോക്കൂ, അൻവർ ഉന്നയിച്ച പോയിന്റ് എന്തായിരുന്നു? എന്തുകൊണ്ട് പോലീസ് ഇത് പിടിക്കുന്നു എന്നുള്ളതാണ്. ഈ കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന ഇതിലും പറയുന്ന അഫിഡവിറ്റിലും പറയുന്നത് തന്നെയാണ് 170 കേസുകൾ ഉണ്ടായെന്ന് ഇവരെങ്ങനെയാണ് അറിയോ? ഇവർ മജിസ്ട്രേറ്റിനെ സമീപിച്ച് മഞ്ചേരിയിൽ കോടതിയെ സമീപിച്ചിട്ടാണ് കണക്കെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോലീസിന് ഇത് പിടിക്കാൻ എന്ത് അവകാശം? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ അഫിഡവിറ്റിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കസ്റ്റംസിന് അധികാരമില്ല, അവിടെ നിന്ന് പിടിക്കാൻ അധികാരമില്ല. പക്ഷേ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 170 സീഷറുണ്ടായി, 170 പിടുത്തമുണ്ടായി. അതേക്കുറിച്ചാണ് ഇദ്ദേഹം പോയിന്റ് നമ്പർ 15 പറയുന്ന ഒരു കാര്യം. അതെന്താണെന്നറിയോ? ഈ പറയുന്ന പോലീസിന് എങ്ങനെയാണ് ഇത് പിടിക്കാൻ പറ്റുന്നത്? അതൊരു ഗുരുതരം വെച്ചാൽ ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്നു എന്നുള്ളത് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അതിനുള്ള മെഷീനറി സർക്കാർ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ തന്നെ എയർപോർട്ടുകൾ നിലവിലുള്ള ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനറിയാണ് ഇവിടെയുള്ളത്, കരിപ്പൂർ എയർപോർട്ടുള്ളത്. പക്ഷേ ഇവർക്ക് പ്രയർ ഇത് കടന്നിട്ടാണല്ലോ ഇവർ വരുന്നത്. ഈ സ്വർണം ക്യാരി ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് ഇത് കടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻ മെനി കേസസ് പോലീസ് ക്ലെയിം ടു ഹാവ് പ്രയർ ഇൻ്റലിജൻസ് ഓൺ സ്മഗ്ലിംഗ്. ഇതെങ്ങനെയാണ്? പോലീസിന് എങ്ങനെയാണ് പ്രയർ ഇൻ്റലിജൻസ് ഉണ്ടാവുന്നത്? പിന്നെ പോലീസിൻ്റെ ജുറിസ്ഡിക്ഷനിൽ പെട്ട കാര്യമേ അല്ല ഇത്. കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം വരുന്നു, ഡ്യൂട്ടി അടച്ചിട്ടില്ലാത്ത സ്വർണം വരുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രയർ ഇൻ്റലിജൻസ് എങ്ങനെയാണ് പോലീസിന് കിട്ടുക? അവരുടെ ജുറിസ്ഡിക്ഷനിൽ ഇല്ലാത്തൊരു കാര്യം. ഓക്കെ, അങ്ങനെ ഒരു പ്രയർ ഇൻ്റലിജൻസ് പോലീസിന് കിട്ടിയാൽ പോലീസ് എന്താ ചെയ്യേണ്ടത്? കസ്റ്റംസിന് വിവരം അറിയിക്കുക എന്നുള്ള വേണ്ടത്. പക്ഷേ കസ്റ്റംസിന് വിവരം അറിയിക്കുന്നില്ലെന്ന് മാത്രമേ, അവർക്ക് പ്രയർ ഇൻ്റലിജൻസ് കിട്ടുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അവരെന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ പിടിക്കുകയാണ്. അവർ പിടിച്ചിട്ട് അജിംസ് പറഞ്ഞു, അവർ ഇൻ കേസ് അങ്ങനെ പിടിക്കാൻ പാടില്ല, കസ്റ്റംസിനെ നോട്ടിഫൈ ആണ് ഇവർ വേണ്ടത്. ഈ ശ്യാംനാഥ് ആരോപിക്കുന്നത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിൽ വെച്ച് തന്നെ പിടിക്കുന്നു എന്നുള്ളതാണ്. എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ട് ബിൽഡിംഗ് മാത്രമല്ല, എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ പരിസരമല്ല, ഈ കസ്റ്റംസിൻ്റെ ഏരിയയിലാണ് വരുന്നത്. എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നു, എയർപോർട്ടിൻ്റെ പരിസരത്ത് നിന്ന് പിടിക്കുന്നു, അവിടെയുള്ള റോഡുകളിൽ നിന്ന് പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കാൻ ഇവർക്ക് എങ്ങനെ പ്രയർ ഇൻഫർമേഷൻ കിട്ടുന്നു? ഇത്രയും വലിയ മെഷീനറി വെച്ച് അവിടെ ഇരിക്കുന്ന ഏമാന്മാരുണ്ടല്ലോ, അവർ നമ്മളെ നികുതി പണം ശമ്പളം മേടിക്കുന്ന ആളുകളാണ്. അവരെന്തുകൊണ്ടത് പിടിക്കുന്നില്ല? അവരത് പിടിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതേക്കുറിച്ചുള്ള പ്രയർ ഇൻഫർമേഷൻ എങ്ങനെ പോലീസിന് കിട്ടുന്നു? ഇതാണ് ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടുത്ത പ്രശ്നമെന്ന് വെച്ചാൽ ഇവർ ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന 21ാമത്തെ പോയിന്റിൽ പറയുന്നൊരു കാര്യം, ഈ അറൈവൽ ഹാൾ, എയർപോർട്ടിൻ്റെ അറൈവൽ ഹാളിൽ ഇവരെന്ത് ചെയ്യാണ്? ഇവർ വന്നിട്ട് ആളുകൾ പിടികൂടുകയാണ്. അവിടെ ഇവർക്ക് എങ്ങനെ വരാൻ പറ്റും? ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് that the act of interception of the passengers coming out of the arrival hall of the international terminal, which is a notified customs area, based on prior information or intelligence that the packs carry contraband goods, as a consequent search and seizure of smuggled goods by any agency not empowered under the Customs Act 1962 would not only undermine the legality of the proceedings, but also may even be an act liable to penalty under Section 112 of the Customs Act 1962. The delay in process by routing in
by routing it through the magistrate court is also affecting the functions of the customs department. കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെ നോക്കുകുത്തിയായിക്കൊണ്ട് അവിടെ അറൈവൽ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ പിടിക്കുക, എന്നിട്ട് അവിടെ പരിശോധന നടത്തുക, എന്നിട്ട് അവരെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുക. ഇതാണ് സ്വർണം പൊട്ടിക്കൽ. ഇതാണ് അർജുൻ ആയങ്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ ആയങ്കി റോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മലപ്പുറം പോലീസ് എയർപോർട്ട് പരിസരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നല്ല ശുദ്ധമായ ഇംഗ്ലീഷിൽ ഈ ശ്യാംനാഥ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതിന് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം പൊട്ടിക്കൽ ഗ്യാങ്ങായി മാറുകയായിരുന്നു മലപ്പുറം പോലീസ്. 170 കേസുകൾ, 170 സീസേഴ്സ് ആ തലത്തിലുണ്ടായി എന്ന് കസ്റ്റംസിന് ഔദ്യോഗിക പറയുകയാണ്. ഇതിൻ്റെ കണക്കാണ് മുഖ്യമന്ത്രി വന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുന്നു. മലപ്പുറത്താണ് ഇത് കൂടുതൽ നടക്കുന്നത്, തീവ്രവാദ പ്രവർത്തനം തന്നെ കൊണ്ടുവന്നത്, എന്ന് പറയുന്നു. ഈ മലപ്പുറത്തുകാരെ അൻവറിനെയൊക്കെ എന്താണ് സംശയത്തിൻ്റെ, ഭീകരവാദത്തിൻ്റെ, ഇതിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കേരളത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെക്കുറിച്ചാണ്, കേരളത്തിൻ്റെ ഔദ്യോഗികമായ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെക്കുറിച്ചാണ് മറ്റൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി, കേന്ദ്രത്തിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതങ്ങനെ എന്താ പറയുക, ഒരു സാധാരണ അഫിഡവിറ്റ്, ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ കൊടുത്തൊരു അഫിഡവിറ്റായിട്ട് കാണാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എന്നതിൻ്റെ രേഖയാണിത്. 14ാമത്തെ പോയിൻ്റ് കാണുക. ഇതിനകത്തുള്ള 14ാമത്തെ പോയിൻ്റ് നേരത്തെ അജിംസദിനെ കുറിച്ച് പറഞ്ഞു. ഈ റെക്ടൽ എക്സാമിനേഷൻ നടത്താൻ അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരുത്തനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു എക്സ്റേ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് എക്സ്റേ എടുക്കാൻ പറ്റില്ല. ഒരാളുടെ റെക്ടൽ എക്സാമിനേഷൻ നടത്തണമെങ്കിൽ മാജിസ്ട്രേറ്റിനത് കൊണ്ടുപോയി മാജിസ്ട്രേറ്റിൻ്റെ അനുമതി മേടിക്കണം. എന്നിട്ട് ആ എക്സ്റേയിൽ ഈ പറയുന്ന എന്തെങ്കിലും സ്മഗിൾഡ് സബ്സ്റ്റൻസ് ഇയാളുടെ അകത്തുള്ളതായിട്ട് എക്സ്റേയിൽ മനസ്സിലായാൽ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ എഗൻ ആരുടെ അനുമതി വേണം? മാജിസ്ട്രേറ്റിൻ്റെ അനുമതി വേണം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വാർത്ത ചെയ്തിരുന്നു കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട്. കണ്ണൂർ എയർപോർട്ടിൽ ഒരു തമാശ പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഹാൻഡ് പിക്കിംഗ് അല്ല, റാൻഡം പിക്കിംഗ് ആണ്. അവിടുത്തെ കസ്റ്റംസുകാരും പോലീസും ചേർന്നിട്ടുള്ള ഏർപ്പാടാണത്. അത് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നാദാപുരം ഭാഗത്തു നിന്നും കാസർഗോഡ് ഭാഗത്തു നിന്നും വരുന്ന യാത്രക്കാർ അവർ ആരെങ്കിലും 1-2 ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് എക്സ്റേ എടുപ്പിക്കുക. ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഈ എക്സ്റേ സെൻറ്റേഴ്സും ഇവരും നമ്മളൊരു നെക്സസ് ഉണ്ട്. അടിപൊളി കലാപരിപാടി. ഇത് ആളുകൾ അപമാനിക്കലാണിത്. യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകളെ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിടിച്ചുകൊണ്ട് പോവുക, എക്സ്റേ എടുക്കുക. അവിടെ മട്ടന്നൂരിൽ 1-2 എക്സ്റേ സെൻറ്റേഴ്സ് ഉണ്ട്. അവരുമായിട്ടുള്ളൊരു ധാരണയുടെ പുറത്താണ് നമ്മൾ വാർത്ത ചെയ്തതിന് ശേഷം ആ കലാപരിപാടി ഏതാണ്ട് അവസാനിച്ചു. എന്ന് മാത്രമല്ല ചില കസ്റ്റംസിലെ നീതിബോധമുള്ള നിയമം അറിയാവുന്ന ഉദ്യോഗസ്ഥർ തന്നെ അതിൽ സംശയങ്ങൾ ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ പരിപാടി അവസാനിച്ചു. ഇത് ഗുരുതരമായൊരു കാര്യമാണ്. ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി നമ്മുടെ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ഇത്രയും ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഒരു കൂട്ടരെ നിയമവിരുദ്ധമായ സംഗതികൾക്ക് വിധേയമാക്കുന്നതെന്ന് മാത്രമല്ല നമ്മുടെ ഖജനാവിന് പലതരം നഷ്ടം വരുന്നു. ഇത് അസസ് ചെയ്യാൻ ഇപ്പോൾ അൻവർ പത്രസമ്മേളനത്തിൽ നിരന്തരം പറയാറുണ്ടായിരുന്നില്ല ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ കാര്യം. കൊണ്ടോട്ടിയിൽ ഉണ്ണി എന്ന് പറയുന്ന ഗോൾഡ് സ്മിത്ത്, അയാൾക്ക് അങ്ങനെ ഇത്രയും വലിയ കൊട്ടാരുണ്ടാക്കാൻ പറ്റി? അതിന് ഇവർ സ്വർണം പൊട്ടിച്ചു കൊണ്ടുവന്ന സ്വർണം പുള്ളിയുടെ അടുത്താണ് ഉരുക്കാനോ എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെന്ത് അധികാരമാണ് പോലീസിനുള്ളത്? ഇത് നന്ന് ചുരുങ്ങിയത് അപ്പുറത്ത് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരു അധികാരവുമില്ലാത്ത പോലീസ്. പക്ഷേ ഭരണപക്ഷത്തുണ്ടായിരുന്ന സമയത്ത് ഭരണപക്ഷത്തുള്ള MLA അൻവർ ഇതേക്കുറിച്ച് പറഞ്ഞു, ഇത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റാണ്. ആ വാക്കാണ് ഉപയോഗിച്ചത്. ആ ക്രിമിനൽ സിൻഡിക്കേറ്റ് നേതൃത്വം കൊടുക്കുന്നത് അജിത് കുമാറാണ്, ADGP അജിത് കുമാറാണ്. ഇവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് കമാൻഡൻ്റായിട്ട് നിൽക്കുകയാണ് സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ. പക്ഷേ ഇതിൻ്റെ PR പണിയെടുത്തത് ആരാണ്? ഈ ഏർപ്പാടിൻ്റെ PR പണിയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ദേശീയ തലത്തിൽ ഇത് ഹിന്ദുവിന് അഭിമുഖം കൊടുക്കുന്നു. ഇവിടെ വന്ന് ഈ കരിപ്പൂരിലെ സ്വർണം പിടിച്ച കേസുകളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇതിനെല്ലാം കവചം സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഈ പറഞ്ഞ ഇക്കാലം അത്രയും നടത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഈ അധോലോക പ്രവർത്തനമായിരുന്നു, നിയമവിരുദ്ധ പ്രവർത്തനമായിരുന്നു എന്ന് ബൈ ഡോക്യുമെൻ്റ് ഒരു ഗവൺമെൻറ് ഏജൻസി തന്നെ ബൈ ഡോക്യുമെൻ്റ് സത്യവാങ്മൂലമായി പറഞ്ഞ ദിവസം, അതാണ് ഈ ദിവസത്തിൻ്റെ ഈ സത്യവാങ്മൂലത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇതിൽ കോടതി എങ്ങനെ ഫർദർ സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്.